കല്ലടിക്കോട് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സഞ്ജുവിന് വനംവകുപ്പിന്റെ ധനസഹായം നൽകി. വനംവകുപ്പിന്റെ ധനസഹായം 75,000 രൂപ MLA ശാന്തകുമാരി വീട്ടിലെത്തി കൈമാറി. 3 ഏക്കറുള്ള ശ്രീ സഞ്ജു മാത്യു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നാട്ടില് ആന ഇറങ്ങി അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയും അദ്ദേഹത്തിന്റെ വീടും പരിസരവും എല്ലാം നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്ത ഒരു ദൗർഭാഗ്യകരമായ സംഭവം നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നു. അത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമായി ഇക്കാര്യത്തിൽ ഇടപെടുകയും അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നേരത്തെ 30,000 രൂപ ലഭിക്കുകയുണ്ടായി. അതുകൂടാതെ സുമനസ്സുകളുടെ ചില സഹായമൊക്കെ ഇവിടെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ എമൗണ്ട് ലഭിച്ചിട്ടുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കുപറ്റി ചികിത്സയിലായിരുന്ന 3 ഏക്കർ മീൻവല്ലം പുല്ലാട്ട് വീട്ടിൽ സഞ്ജു മാത്യുവിന് വനം വകുപ്പിന്റെ ധനസഹായം 75,000 രൂപ MLA ശാന്തകുമാരി വീട്ടിലെത്തി കൈമാറി. മുൻപ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകിയിരുന്നു. ആനയുടെ ആക്രമണത്തിൽ സഞ്ജുവിന് തലയ്ക്കും നെഞ്ചിനുമാണ് പരിക്കേറ്റിരുന്നത്. വീടിനോട് ചേർന്നുള്ള ഷെഡിൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ആന നശിപ്പിക്കുന്ന ശബ്ദം കേട്ട് ഓടിച്ചെന്ന സഞ്ജുവിനെ തുമ്പിക്കൈയിൽ ആന വരിഞ്ഞു മുറുക്കുകയായിരുന്നു. പരിക്കുപറ്റി ചികിത്സയിലായിരുന്ന ഘട്ടത്തിൽ വനംവകുപ്പ് അടിയന്തര സഹായങ്ങൾ എത്തിച്ചിരുന്നു. വന്യജീവി ആക്രമണ ഭീഷണി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരെ നടത്തുമെന്നും MLA വ്യക്തമാക്കി. ആനകളെ തുരത്താൻ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നൂതന പദ്ധതികൾ നടപ്പാക്കുന്നതായും 43 കിലോമീറ്റർ ദൂരം ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചതായും മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ N. സുബൈർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ, NK നാരായണൻകുട്ടി, തങ്കച്ചൻ, ഷാജി KC തുടങ്ങിയവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മേഖലയിലെ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 43 കിലോമീറ്റർ നബാദിന്റെ 3.5 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് ഫണ്ട് പാസ്സായി അതിന്റെ വർക്ക് 3 കമ്പനികൾക്കായിട്ട് അവാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഈ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതോടുകൂടി നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു 90% നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാര്യം ഇത്തരത്തിലൊരു ഹാങ്ങിങ് ഫെൻസിങ് നമ്മൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വന്യജീവി ശല്യമുള്ള പൊതുവപ്പാടത്ത് നമ്മൾ ജനകീയ സഹകരണത്തോടുകൂടി സ്ഥാപിച്ചു അതിൻ്റെ പരിചരണം പഞ്ചായത്തിൻ്റെയും ജനങ്ങളുടെ അതിൻ്റെ ഉപഭോക്താക്കളുടെയും സഹായത്തോടുകൂടി നടത്തിയത് വളരെ വിജയകരമായിട്ട് കഴിഞ്ഞ 6 മാസം നമുക്ക് ആനയും പന്നിയെയും ഈ മാനിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. അപ്പം ഈ 43 കിലോമീറ്റർ വരുന്നതോടുകൂടി നമുക്ക് പരിപൂർണമായിട്ട് ഇവിടുത്തെ വന്യജീവി ശല്യം പരിഹരിക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷ. പഞ്ചായത്തിൻ്റെയും കൂടി ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്കതിന് പരിചരണം നമുക്ക് വളരെ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. CCN മണ്ണാർക്കാട്.